നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടയ്ക്കയുടെ വിലയിൽ സർവ്വകാല റെക്കോർഡ്, വില കുതിച്ചു കയറുകയാണ്. കർഷകർക്ക് വളരെ സന്തോഷം നിറഞ്ഞ ദിവസങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. റബ്ബർ വില കുറഞ്ഞ സമയത്ത് പലരും അടക്ക കൃഷിയിലോട്ട് മാറിയിരുന്നു. ഇപ്പോഴും ആൾക്കാർ റബ്ബർ കൃഷി ഉപേക്ഷിച്ച് അടയ്ക്ക കൃഷിയിലോട്ട് പോകുന്നുണ്ട്. പണ്ട് റബ്ബർ വില 250 രൂപ വന്ന സമയത്ത് അടയ്ക്കൊക്കെ കിലോയ്ക്ക് 50 രൂപ മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പോൾ അത് വില കുത്തനെ ഉയർന്നു 500 രൂപയ്ക്ക് മുകളിലോട്ട് കടന്നിരിക്കുകയാണ്. അടയ്ക്ക വിലയിൽ സർവ്വകാല റെക്കോർഡ്, കിലോയ്ക്ക് 500 രൂപ കടന്നു. വിഷുക്കാലത്ത് കർഷകർക്ക് ആശ്വാസം. പഴയ അടയ്ക്കയുടെ വില കിലോയ്ക്ക് 445 രൂപയിൽ നിന്നും 555 രൂപയായി വർദ്ധിച്ചു. മംഗളൂരിൽ ആസ്ഥാനമായുള്ള കാപ്കോ വില വർദ്ധിച്ചതിന് പിന്നാലെയാണ് പൊതുവിപണിയിലും വില ഉയർന്നത്. ഇലപ്പുള്ളി മഹാളി രോഗങ്ങൾ മൂലം ഉൽപ്പാദനം ഗണ്യമായി കുറഞ്ഞത് കർഷകരെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. ഈ വർഷം ഏകദേശം 30 മുതൽ 40% വരെ ഉൽപ്പാദനക്കുറവാണ് കാപ്കോ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇലപ്പുള്ളി മഹാളി രോഗങ്ങളും വിലക്കുറവും കൊണ്ട് പ്രതിസന്ധിയിലായ അടയ്ക്ക കർഷകർക്ക് ആശ്വാസമായി വിപണിയിൽ റെക്കോർഡ് വില വർധനവ്. വിപണിയിൽ പുതിയ അടയ്ക്കയുടെ വില കിലോഗ്രാമിന് 500 രൂപയായി ഉയർന്നു. ഇത് അടയ്ക്ക വിപണിയിലെ സർവ്വകാല റെക്കോർഡായി കണക്കാക്കപ്പെടുന്നു. ഇനി നമുക്ക് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ ഇന്നത്തെ അടയ്ക്ക വില നോക്കാം. ഓരോ സ്ഥലങ്ങളിലും വില വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ സ്ഥലത്ത് വില നോക്കാം. പുനലൂർ 1 കിലോ അടയ്ക്കയുടെ വില 385 രൂപ. കൊട്ടാരക്കര 1 കിലോ അടയ്ക്കയുടെ വില 380 രൂപ. കുടിയാൻമല 390 രൂപ. പയ്യന്നൂർ 440 രൂപ. കൊല്ലം 380 രൂപ. കാഞ്ഞിരപ്പള്ളി 390 രൂപ. കായംകുളം 390 രൂപ. ഇരട്ടി 410 രൂപ. വെള്ളരിക്കുണ്ട് 470 രൂപ. പഴയതിന് 530 രൂപ. കരുവഞ്ചാൽ 420 രൂപ. ആലക്കോട് 430 രൂപ. പത്തനംതിട്ട 390 രൂപ. കോട്ടയം 400 രൂപ. ഇടുക്കി 390 രൂപ. ആലപ്പുഴ 390 രൂപ. എറണാകുളം 390 രൂപ. തൃശ്ശൂർ 410 രൂപ. വയനാട് 400 രൂപ. മലപ്പുറം 420 രൂപ. കാസർഗോഡ് 455 രൂപ. പഴയത് 540 രൂപ. വടകര 410 രൂപ. കോഴിക്കോട് 420 രൂപ. ഇതാണ് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ ഇന്നത്തെ അടയ്ക്ക വിലകൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.